ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക്, നമ്മുടെ ഭാവിക്ക് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പരിസ്ഥിതി സംരക്ഷണം ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന പരിസ്ഥിതി പ്രവർത്തകൻ കെ ബുൾബേന്ദ്രൻ. പരിസ്ഥിതി ദിനത്തിൽ ഒരു മരത്തൈ നടുന്നതല്ല പരിസ്ഥിതി സ്നേഹം. മരം നട്ടില്ലെങ്കിലും പരിസ്ഥിതിക്ക് ദോഷകരമായി ബാധിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുകയാണ് വേണ്ടതെന്നും പരിസ്ഥിതി ദിനത്തിൽ ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ഓർമ്മപ്പെടുത്തി. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥ, ഇപ്പോൾ എല്ലായിടത്തും കാലാവസ്ഥ വ്യതിയാനം ഉൾക്കൊണ്ടുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഇടപെടുക. ക്ലൈമറ്റ് ചേഞ്ച് ഇത് വലിയ ഓരോ വർഷവും കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായി. ഈ കഴിഞ്ഞ വേനലിലെല്ലാം കടുത്ത ചൂടായിരുന്നു. ചൂട് കൂടുമ്പോൾ അടുത്ത വർഷം തീവ്ര മഴയായിരിക്കും. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ ലോകമെമ്പാടും കോടിക്കണക്കിന് വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുന്നു. ഇത് പിന്നീട് അടുത്ത വർഷമാണ് ഈ പ്രക്രിയ ചെയ്യാൻ ആളുകൾ ഓർക്കുന്നത്. ഓരോ വ്യക്തിയുടെയും വ്യക്തി ജീവിതത്തിൽ പരിസ്ഥിതിയെ ചേർത്ത് പിടിക്കുകയും വൃക്ഷത്തൈ എന്നും നട്ടില്ലെങ്കിലും പരിസ്ഥിതിക്ക് നാശം വരാത്ത പ്രവൃത്തികൾ ഇടയ്ക്ക് ചെയ്യുകയും പ്രകൃതിയെ മുറുകെ പിടിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഭൂമുഖത്ത് നിന്നും മനുഷ്യരാശി തന്നെ തുടച്ചു നീക്കപ്പെടുന്ന സമയമായി. അതിൻ്റെ സൂചനയാണ് പ്രകൃതിയുടെ തിരിച്ചടി. ഇത്രയേറെ ചൂടും വരൾച്ചയും നമുക്ക് താങ്ങാൻ പറ്റില്ല. അടുത്ത വർഷം വരെ നമ്മൾ മരത്തൈയെക്കുറിച്ച് പിന്നെ ഓർക്കില്ല. ജൂൺ 5 വരുമ്പോഴാണ് ഓർമ്മിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ശുദ്ധജല സ്രോതസ്സുകളിൽ നമ്മൾ പ്ലാസ്റ്റിക്കിനെ ഒരു പരിധി വരെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിച്ചെറിയൽ പ്രക്രിയ ആളുകൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിച്ചെറിയുന്നവയെല്ലാം കടലിൽ ചെന്ന് അടിയുകയാണ്. അതുകൊണ്ട് കടലിലും ചൂട് പിടിച്ചിരിക്കുന്നു. ബംഗാൾ ഉൾക്കടലിനൊക്കെ ചൂട് പിടിച്ചത് കൊണ്ടാണ് നമ്മുടെ കരയിലേക്ക് തന്നെ അതിൻ്റെ കാറ്റ് വരും. ഓക്സിജൻ കടലിൽ നിന്ന് വരുമല്ലോ, ചൂട് കാറ്റിങ്ങനെ അടിച്ചിട്ടാണ് ഈ തവണ വരൾച്ച കൂടിയത്.